മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ചക്കപ്പഴത്തിലെ പൈങ്കിളിയായി എത്തി ശ്രദ്ധ നേടിയ ശ്രുതി രജനികാന്ത്. ചക്കപ്പഴം അവസാനിച്ചുവെങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴും ശ്രുതി പൈങ്കിളിയാണ്. ചക്കപ്പഴത്തിന്റെ ഭാഗമായ ശേഷം നിരവധി സിനിമകളിലും ചെറുതും വലുതുമായ വേഷങ്ങൾ ശ്രുതി അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലും സജീവമായ നടി അടുത്തിടെ പെർഫ്യൂം ബിസിനസ്സും ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ കേരളം വിട്ട് താൻ ദുബായിലേക്ക് ചേക്കേറുകയാണെന്ന് പറയുകയാണ് താരം. യൂട്യൂബിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്ന് ശ്രുതി അറിയിച്ചത്. പുതിയൊരു ജോലി ലഭിച്ചതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. ആഗ്രഹിച്ചു മോഹിച്ചു കിട്ടിയ ജോലിയാണെങ്കിലും എപ്പോൾ തിരിച്ചു വരുമെന്ന് പോലും അറിയാതെയുള്ള പറിച്ചുനടൽ തന്നെ ഇമോഷണലി ബാധിച്ചുവെന്ന് ശ്രുതി പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്. കരഞ്ഞു കരഞ്ഞ് കണ്ണുവരെ വീർത്തുവെന്നും ശ്രുതി പുതിയ വീഡിയോയിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെയും പെറ്റ് ഡോഗിനെയും പിരിഞ്ഞ് താമസിക്കണമെന്നതാണ് ശ്രുതിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷമം. ദുബായിലേക്ക് ചേക്കേറുകയാണെങ്കിലും കേരളത്തിലെ പെർഫ്യൂം ബിസിനസ് ഒന്നും അവസാനിപ്പിക്കുന്നില്ല. അതെല്ലാം നിയന്ത്രിക്കാനും നോക്കി നടത്താനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച ശേഷമാണ് ശ്രുതി ദുബായിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ താൻ കരച്ചിലായിരുന്നു. കരഞ്ഞ് കണ്ണ് വീർത്തിരിക്കുകയാണ്. ദുബായിൽ എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞാണ് ശ്രുതിയുടെ വീഡിയോ ആരംഭിക്കുന്നത്. സന്തോഷവും സങ്കടവും ഒക്കെ മിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം പെട്ടെന്നാണ് ശരിയായത്. കാര്യമായ തയ്യാറെടുപ്പുകളൊന്നും നടത്താനായില്ല. കോഴിക്കോട് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരുന്നു. തിരിച്ചു വന്നാണ് പോവാനുള്ള കാര്യങ്ങൾ ചെയ്തത്. ക്ഷീണത്തോടെയാണ് കിടന്നത്. അതിനിടയിൽ അവൻ വന്ന് എന്നോട് തൊട്ടൊരുമയും സ്നേഹം കാണിച്ചും ഒരുപാട് നേരം ഇരുന്നു. അത് കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. ഇനി അവനെ മിസ് ചെയ്യുമല്ലോ എന്നോർത്ത് ഭയങ്കര സങ്കടം വന്നിരുന്നു. ദുബായിൽ ഡോഗ്സിനെ അനുവദിക്കില്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇടയ്ക്ക് വന്ന് അവനെ കാണാനും പറ്റില്ല. ജോലിക്കായിട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓരോന്നിനോടും പ്രത്യേകമായ ഒരു അറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എവിടേക്ക് പോയാലും തോന്നുമ്പോൾ തിരികെ വരാമല്ലോ എന്നുണ്ടല്ലോ. യാത്രകളൊക്കെ പോകുമ്പോൾ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചെത്താമല്ലോ എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇത്തവണ എന്ന് വരാനാകുമെന്ന് അറിയാതെയാണല്ലോ പോവേണ്ടത്. ലീവൊക്കെ കിട്ടാൻ എളുപ്പമാണോ എന്നറിയില്ല. പെർഫ്യൂം ബിസിനസ് നിർത്തുന്നില്ല. ഈ ഫ്ലാറ്റ് ഞാൻ വിടുന്നില്ല. സാധനങ്ങളെല്ലാം അവിടെ സെറ്റാക്കി വെച്ചാണ് പോകുന്നത്. അത് തീരുമ്പോഴേക്കും ഞാൻ വന്നിട്ട് പോകും. ഏറ്റെടുത്ത കുറച്ച് പ്രോജക്റ്റുകൾ തീർക്കാനുണ്ട്. പോകുന്നതിന് മുൻപ് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം. വിഷു ഇത്തവണ ദുബായിലാണ് എന്നാണ് പുതിയ വിഷു പങ്കുവച്ച വീഡിയോയിൽ ശ്രുതി പറഞ്ഞത്. താരത്തിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുള്ളത്. അതേസമയം ജോലി എന്താണെന്ന് ശ്രുതി പരസ്യപ്പെടുത്താത്തതിലുള്ള പരിഭവവും ചിലർ പങ്കുവെക്കുന്നുണ്ട്. നടി അഭിനയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണോ എന്ന സംശയവും ചിലർ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലും സീരിയൽ രംഗത്തും പ്രവർത്തിച്ചിരുന്ന നിരവധി താരങ്ങൾ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്.